പത്രോസിനോട് ഈശോ ചോദിക്കും, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു? പിന്നല്ലേ പത്രോസിനോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് അറിയാലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. വീട്ടിൽ ചോദിക്കും, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു? പത്രോസെ ഉപകർത്താവേ നിനക്കറിയാലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. മൂന്നാമത് ചോദിക്കും, പത്രോസ് വികാരഭരിതനായി വിങ്ങി പൊട്ടിയൊക്കെ പറയും, കർത്താവേ നിനക്കറിയാലോ. ഓരോരോ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ അല്ലെ, ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകള് പത്രോസിനെ ഏൽപ്പിക്കുക. അതിനു മുമ്പ് അവന് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ആഴം കർത്താവ് പരിശോധിച്ചിട്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് പത്രോസിനെ കൈപിടിച്ചുയർത്തത്. എന്നിട്ട് പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതത്തെ കുറിച്ച് പത്രോസിനെ ഓർമ്മപ്പെടുത്തുകയാണ് ആര്? ഈശോ. ഇവിടെ വചനം പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു പത്രോസെ, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ചെറുപ്പമാകുമ്പോൾ അങ്ങനെയാണല്ലോ, ചെറുപ്പത്തിൻ്റെതായ ചില ചാബല്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആരും ഗവനിക്കൊന്നുമില്ല, വകവയ്ക്കൊന്നുമില്ല, അപ്പനാണ് നോക്കൂല, അമ്മയാണ് നോക്കൂല, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് തൻ്റെ ഇടമുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ചെറുപ്പത്തിൻ്റെതായ ഒരു ആരോഗ്യവും അല്ലെ, ഒരു കുതിരയുടെ ശക്തിയാണെന്ന് പറയുന്നത് യൗവനത്തിന്. യൗവനത്തിൽ സമ്പാദിക്കണമെന്ന് പ്രഭാഷകന്റെ പുസ്തകം 25:3 വചനം പറയുന്നതിനാ, യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്തവന് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയുമെന്ന് ചോദിക്കുന്നില്ലേ? ഈ യൗവനം അധ്വാനിക്കേണ്ട സമയമാണ്. യൗവനത്തിലാണ് ജീവിതത്തിൽ നമ്മൾ കരപിടിക്കേണ്ടത്. ജീവിതം എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പിടിക്കേണ്ടത് യൗവനത്തിലാണ്. അധ്വാനിക്കാനുള്ള ആരോഗ്യമുണ്ട്, അധ്വാനിക്കാൻ പറ്റുന്ന ഒരു മനസ്സിന്റെ ബലമുണ്ട്, കരുത്തുണ്ട്. ഈ സമയത്ത് നമ്മൾ അധ്വാനിക്കണം. ചിലവർ ആ യൗവനകാലം മുഴുവനും ഉറങ്ങിയും മൊബൈലിലും കുത്തിയും മുഴുവൻ സമയം വേസ്റ്റ് ആക്കി കളയുന്നവരുണ്ട്. എന്നിട്ട് ജീവിതത്തിൽ എങ്ങും എത്താതെ നിന്ന് നട്ടോട്ടം ഓടി കണ്ണും മെഴിച്ച് ഇങ്ങനെ എന്നാ ചെയ്യണമെന്നറിയാതെ നിലാവട്ട തഴിച്ചിട്ട കോഴിയെ പോലെ നടക്കുന്നവരുണ്ട്. കാരണം എന്താ? അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിച്ചില്ല. പോട്ടെ. അവിടെ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസേ സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോ നീ സ്വയം അരമുറുക്കി ഇഷ്ടമുള്ളിടത്തേക്ക് നീ പോവുകയും ചെയ്തു. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വയം കരമുറുക്കി ബൈക്കും എടുത്ത് ഹെൽമെറ്റ് ഒക്കെ വെച്ച് നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നീ കറങ്ങാൻ പോയി. പിന്നീട് അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോ പ്രായമാകുമ്പോ പിന്നെ നമ്മുടെ കൺട്രോളിലല്ല, മറ്റുള്ളവർ നമ്മൾക്ക് അരമുറുക്കി തരണം, മറ്റുള്ളവർ നമ്മൾ കൈപിടിക്കണം, മറ്റുള്ളവർ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്, ആരോഗ്യമുള്ളപ്പോ നടക്കാൻ പറ്റുമ്പോ മനസ്സ് ബോധപൂർവ്വം ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയത്തൊക്കെ പള്ളിയിൽ പോവും, കുമ്പസാരിക്കും, ആത്മീയ കാര്യങ്ങൾ കൂടി വില കൊടുക്കുന്നല്ല. കാരണം പ്രായമായ കഴിഞ്ഞാലുണ്ടല്ലോ, മക്കളോട് ഇതൊന്ന് ചോദിച്ചു നോക്കിയേ, ഒന്ന് പള്ളിയിൽ പോകുന്ന കാര്യം പറഞ്ഞു നോക്കിയേ, ഒന്ന് കുമ്പസാരിക്കാൻ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു നോക്കിയേ, ദേവാലയത്തിൽ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു നോക്കിയേ. ഒരു അമ്മച്ചി പറഞ്ഞ, എൻ്റെ അച്ഛാ കഴിഞ്ഞ ഈസ്റ്ററിന് കുമ്പസാരിക്കാൻ വന്നാ, ഇതിനിടയ്ക്ക് ക്രിസ്മസ് വന്നപ്പോ ഞാൻ അവരടുത്ത് പറഞ്ഞു, എടാ ക്രിസ്മസ് ഒക്കെ അല്ലേടാ, എന്നെ ഒന്ന് കാരിസ്മോനിൽ കൊണ്ടുപോയി ഒന്ന് കുമ്പസാരിപ്പിക്കാവോ? സ്വന്തമായിട്ട് ഓട്ടോ ഉള്ള മോനാ, കാറ് വേറെ വിളിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞറിയോ, തള്ള ഈ വീട്ടിൽ കിടന്നിട്ട് എന്നാ കുറ്റോ ചെയ്യുന്നത്, എന്നാ പാവോ ചെയ്യുന്നത്, അവിടെ കിടക്കുന്നല്ലേ, ഈ ആള് പിന്നെ എപ്പോഴെങ്കിലും പോവാൻ. ക്രിസ്മസിന് കുമ്പസാരിക്കണമെന്നുള്ള അമ്മയുടെ ആഗ്രഹവും പോയി, കുർബാന സ്വീകരിക്കണമെന്നുള്ള സകല ആഗ്രഹവും നഷ്ടപ്പെട്ടു. പ്രായമാകുമ്പോഴേ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കണമെന്ന് നിർബന്ധമില്ല, മറ്റുള്ളവര് അരമുറുക്കി നമ്മളെ കൊണ്ടുപോയി. ഇപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമുണ്ട്, നടക്കാനൊക്കെ പറ്റും, പോകാനൊക്കെ പറ്റും. അപ്പോ ആത്മീയ കാര്യങ്ങൾക്ക് കൂടി ഓടുന്നത് നല്ലതാ. ലൗകിക കാര്യങ്ങൾക്ക് മാത്രം ഓടിക്കൊണ്ടിരുന്നാല് അവസാനം ലൗകികമായതെല്ലാം നഷ്ടപ്പെട്ടു പോകും. എല്ലാം നഷ്ടപ്പെട്ടു പോകേണ്ടതാണ്. സമ്പാദിച്ചതോ നീ അധ്വാനിച്ചതോ നീ കൈപ്പിടിയിൽ ഒതുക്കിയതോ വഞ്ചിച്ച് ചതിച്ച് നിന്റെ സ്വന്തമാക്കിയത് എന്തേലും ഒന്നും കൊണ്ടുപോകുകയല്ല. എന്തിന്? നിന്നെ സ്നേഹിച്ച് നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഇന്ന് ആരൊക്കെ നിന്റെ കൂടെയുണ്ടോ അവരെ ഉപേക്ഷിച്ചിട്ട് പോകണ്ടേ? അപ്പോ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, മോനെ പ്രായമാകുമ്പോ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. കണ്ടോ, ആത്മാവിന്റെ ഒരു പ്രവർത്തനം വന്നപ്പോ, ആത്മാവിലുള്ള ഒരു വീണ്ടും ജനനം സംഭവിച്ചപ്പോ, സുവിശേഷത്തിന് വേണ്ടി പത്രോസ് ഓടിയത്, പത്രോസ് കടന്നുപോയ വഴികളെല്ലാം, പിന്നെ പത്രോസിന്റെ ഇഷ്ടങ്ങളെല്ലാം ആത്മാവിന്റെ പ്രേരണയാണ്. ആത്മാവ് പോകാൻ പറയുമ്പോ പോണം, ആത്മാവ് സംസാരിക്കാൻ പറയുമ്പോൾ സംസാരിക്കണം, ആത്മാവ് നിശബ്ദമാകാൻ പറയുമ്പോൾ നിശബ്ദമാകണം, ആത്മാവ് വിശുദ്ധ ജീവിതത്തിന്റെ വഴികളെ ഇങ്ങനെ വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ പ്രേരണ തരുമ്പോ, അതായത്
നിരന്തരം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് രക്ഷയുടെ അനുഭവത്തിലുള്ള ജീവിതം, അല്ലെങ്കിൽ ദൈവരാജ അനുഭവത്തിലുള്ള ജീവിതം.